എക്സൈസ് പോലീസ് പരിശോധനകൾക്കിടയിലും ഓണക്കാലത്തെ ലഹരി പാർട്ടികൾക്കായി കേരളത്തിലേക്ക് എത്തിച്ചത് വൻ ലഹരി. കൊറിയർ വഴിയും ലഹരി എത്തിച്ചതായാണ് വിവരം. വ്യാജ പേരുകളിലും വിലാസങ്ങളിലുമാണ് കൊറിയർ വഴി മാരക ലഹരികൾ എത്തുന്നത്. രാസലഹരിയുമായി യുവതിയടക്കം 4 പേർ ശനിയാഴ്ച പിടിയിലായിരുന്നു. ലഹരി വിൽപ്പനയും ലഹരിക്കടത്തും തടയാൻ പരിശോധനകൾ കർശനമാക്കുമ്പോഴും ലഹരി സംഘങ്ങൾ പുതിയ വഴികൾ തേടുകയാണ്. കൊറിയർ വഴിയാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് കൂടുതലായും ലഹരി എത്തുന്നത്. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരി പാക്കറ്റുകൾ ഒളിപ്പിച്ച കൊറിയറുകൾ എത്തുന്നത്. കൊറിയർ വഴിയെത്തുന്ന ലഹരി ഉപഭോക്താക്കൾക്ക് നേരിട്ട് കൈമാറാതെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച ശേഷം ലൊക്കേഷൻ കൈമാറുകയാണ് ചെയ്യുന്നത്. പെൺകുട്ടികളടക്കം ലഹരി സംഘങ്ങളുടെ ഭാഗമായി മാറുകയാണ്. കുറ്റത്തിന്റെയും ശിക്ഷയുടെയും ഗൗരവം അറിയാതെയാണ് ചെറുപ്പക്കാർ ലഹരി സംഘങ്ങളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള ഗഞ്ച എന്ന് പറയുന്നത് 75 കിലോഗ്രാം ഗഞ്ച പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 700 ഗ്രാം സിന്തറ്റിക് മയക്കുമരുന്ന് പിടിച്ചിട്ട്, അതായത് മെത്താംഫെറ്റമിനും MDMA ഇനത്തിൽ പറ്റില്ല മയക്കുമരുന്ന് കിട്ടും. എറണാകുളം ജില്ലയിൽ മാത്രമുണ്ട്. പെൺകുട്ടികളെ ആകർഷിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിലൊന്നും പോയിട്ടില്ല. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നമ്മൾ ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തിയാലേ അതിനകത്ത് കൂടുതൽ വിവരണം ലഭിക്കും. എറണാകുളം വൈറ്റിലയിൽ ശനിയാഴ്ച വൻ ലഹരിവേട്ട നടന്നിരുന്നു. 281 ഗ്രാം MDMA ആയിരുന്നു പിടികൂടിയത്. 19-കാരി ഫിനില, പത്തനംതിട്ട സ്വദേശി വരുൺ ദേവ്, എറണാകുളം സ്വദേശി സിദ്ദിഖ്, വിപിൻ എന്നിവരായിരുന്നു പിടിയിലായത്. വൻ ലഹരി സംഘത്തിലെ കണ്ണികളായിരുന്നു ഇവരെല്ലാവരും. ജനം, കൊച്ചി.